പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആ സ്വർണ്ണ കപ്പങ്ങ് തൂക്കി കണ്ണൂർ 1028 പോയിന്റുകളോടെയാണ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കിരീടം കണ്ണൂർ തിരികെ പിടിച്ചത്. ആതിഥേയരായ തൃശൂരിനാണ് 2ാം സ്ഥാനം. സമാപന ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തിയ മോഹൻലാൽ കുട്ടികൾക്കും കാണികൾക്കും ഒരേപോലെ ആവേശമായി. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ശക്തൻ തമ്പുരാന്റെ തട്ടകത്ത് കൊടിയേറിയ കലാപൂരത്തിന് ആവേശ കൊടിയിറക്കം. കഴിഞ്ഞ തവണ അനന്തപുരിയിൽ നഷ്ടപ്പെട്ട സ്വർണ്ണക്കപ്പ് കണ്ണൂരിന്റെ ചുണക്കുട്ടികൾ വീറോടെ വാശിയോടെ തിരിച്ചുപിടിച്ചു. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ തൃശൂരിനെ സ്വന്തം തട്ടകത്തിൽ തോൽപ്പിച്ചാണ് കണ്ണൂരിന്റെ അതിഗംഭീര തിരിച്ചുവരവ്. 1028 പോയിന്റുകളോടെ കണ്ണൂർ കലാകിരീടം നേടിയപ്പോൾ വെറും 5 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ആതിഥേയരായ തൃശൂരിന് കപ്പ് നഷ്ടപ്പെട്ടത്. കോഴിക്കോടും പാലക്കാടുമാണ് 3ഉം 4ഉം സ്ഥാനത്ത്. പാലക്കാട് ആലത്തൂർ ഗുരുകുലം HSS ആണ് സ്കൂളുകളിൽ 1ാം സ്ഥാനത്ത്. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ആയിരുന്നു സമാപന സമ്മേളനത്തിലെ മുഖ്യാതിഥി. ഓരോ മേളയും സമ്മാനിക്കുന്നത് പുസ്തകങ്ങൾക്കപ്പുറമുള്ള അനുഭവങ്ങളെന്നും കലയെ കലോത്സവ വേദിയിൽ മാത്രം ചുരുക്കരുതെന്നും മോഹൻലാൽ. കലോത്സവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള കേവല അവസരങ്ങൾ മാത്രമല്ല എന്നോർക്കണം. അതവർക്ക് കൂട്ടായ്മയുടെ സാമൂഹ്യ പാഠം സമ്മാനിക്കുന്നുണ്ട്. വ്യക്തി എന്ന നിലയ്ക്ക് ആത്മവിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നുമുണ്ട്. പങ്കുവെക്കലിൻ്റെ രസം ശീലിപ്പിക്കുന്നുമുണ്ട്. തോൽവി എന്നത് വിജയത്തിലേക്കുള്ള പടവാണ് എന്ന തിരിച്ച അറിവുണ്ടാക്കുന്നുണ്ട്. മത്സരിക്കുന്നതാണ് പ്രധാനം. അവിടെ ജയപരാജയങ്ങൾ സത്യത്തിൽ അപ്രസക്തമാണ്. വാസ്കുലൈറ്റിസ് രോഗബാധയായ കാസർഗോഡ് പടന്ന സ്വദേശി സിയ ഫാത്തിമയ്ക്ക് വീട്ടിലിരുന്ന് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകിയതിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ വേദിയിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് അഭിനന്ദിച്ചു. സിയ ഫാത്തിമയുടെ കാര്യം പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ നമ്മുടെ കലോത്സവ ചട്ടങ്ങൾ അത് ഭേദഗതി ചെയ്ത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മുൻകൈയെടുത്ത് അവർക്ക് ഓൺലൈനിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ആ കുട്ടിക്ക് അനുവാദം കൊടുത്തു. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയെ പ്രത്യേകമായി അക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. പരാതികളൊന്നുമില്ലാതെയാണ് ഇത്തവണത്തെ കലോത്സവം പൂർത്തിയായതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. 5 ദിവസങ്ങൾ നീണ്ട ഈ കലോത്സവത്തിൽ ഒരു ചെറിയ പരാതി പോലുമില്ലാതെ തൃശ്ശൂരിലെ ജനങ്ങൾ കേരളത്തിലെ ഈ കുരുന്നുകളെ, കലോത്സവ പ്രതിഭകളെ നെഞ്ചേറ്റു വാങ്ങി. തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ ഈ കലോത്സവം അങ്ങ് അടിച്ചു പൊളിച്ചു എന്ന അഭിമാനത്തോടെ പറയാൻ പറ്റിയ ഒരു സായാഹ്നം. സ്പീക്കർ എൻ ഷംസീർ, മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, AK ശശീന്ദ്രൻ, തൃശൂർ മേയർ നിജി ജസ്റ്റിൻ അടക്കമുള്ളവരും സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം ന്യൂസ് മലയാളം ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ VS അനു ഏറ്റുവാങ്ങി. മികച്ച സമഗ്ര കവറേജിനുള്ള പ്രത്യേക ജൂറി പരാമർശം ന്യൂസ് മലയാളം. സമഗ്ര കവറേജിനുള്ള പ്രത്യേക ജൂറി പരാമർശവും ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. കാര്യമായ പരാതികളൊന്നുമില്ലാതെയാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീഴുന്നത്. ഇനി അടുത്ത കലാപൂരത്തിനുള്ള കാത്തിരിപ്പ്. ന്യൂസ് മലയാളം, തൃശൂർ.